മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും പ്രതാപനും മുത്തശ്ശിക്കും എല്ലാവർക്കുമായിട്ടുള്ള വിഷുക്കോടിയുമായിട്ട് കണ്ണനെത്തുന്നു. മാത്രമല്ല കരുണയ്ക്കും ദുർഗയ്ക്കും സ്വർണ്ണാഭരണങ്ങളും വാങ്ങി കൊടുക്കുന്നുണ്ട്. അതിൽ മതി പറഞ്ഞ് സന്തോഷിക്കുന്ന കരുണയെ കണ്ടിട്ട് ഉണ്ണി പറയുകയാണ്, ഓവർ സന്തോഷിക്കാനായിട്ട് നിൽക്കേണ്ട, വിഷു കഴിയുന്നത് വരെ ഈ സന്തോഷം നിൽക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ ഡയലോഗ് കേട്ട് കേട്ട് മടുത്തു. അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു വിഷുക്കോടി പോലും എടുത്തു തരാത്ത നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ യാതൊരു അർഹതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിക്കും ഡ്രസ്സൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നു. പിന്നീട് ലേഖയ്ക്കും മഹിക്കും കണ്ണൻ സമ്മാനിച്ച ആ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ലേഖയും മഹിയൊക്കെ തന്നെ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ണന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയാണ്. പിന്നീട് മഹി മോഹിനിക്ക് വാങ്ങിയ വിഷുക്കൊടിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം കരുണയും അങ്ങോട്ട് എത്തുന്നു. അങ്ങനെ മഹാലക്ഷ്മി എത്തുന്നതിന് മുമ്പായിട്ട് കരുണ എത്തുന്നത് കൊണ്ട് തന്നെ കണ്ണേട്ടം വാങ്ങി തന്ന വിഷുക്കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും വിഷുക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് കണ്ണേട്ടം വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മോഹിനിയെ കളിയാക്കുകയാണ്. വിഷമത്തിൽ നിൽക്കുന്ന മോഹിനിയുടെ അടുത്തേക്കാണ് മഹി കോടിയുമായിട്ട് എത്തുന്നത്. എന്തായാലും അവിടെ വെച്ച് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും മഹിയാണെങ്കിൽ ട്രാക്ക് മാറ്റി പിടിക്കുകയാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നീടുള്ള കാര്യം. കണ്ണേട്ടന്റെ അച്ഛന്റെ ആത്മാവിനെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പ്രതാപനും മുത്തശ്ശിയും കരുണയും എല്ലാവരും അഹങ്കാരത്തിന് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. കാരണം സത്യങ്ങൾ അറിയുന്ന ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷി മാത്രമാണ് മഹാലക്ഷ്മി. അവളെ പേടിക്കുക തന്നെ വേണം. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോ നീ സത്യങ്ങളൊക്കെ കണ്ണേട്ടനോട് പോയി പറഞ്ഞാലും നിന്നെ വിശ്വസിക്കാനൊന്നും അങ്ങേര് പോകുന്നില്ല. കാരണം അത്രയ്ക്ക് നിന്റെ വെറുപ്പാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞ് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്നൊക്കെ പറയുമ്പോ നമുക്ക് നോക്കാടി, എല്ലാം കൊണ്ടും നീയൊക്കെ ഒരു ദിവസം വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നൊക്കെ മഹിയാണെങ്കിൽ കരുണയോട് പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നും മോഹിനിയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന കരുണ ദുർഗയോടൊപ്പം നല്ലൊരു വിഷുക്കണി ഒരുക്കാൻ തന്നെ സഹായിക്കുകയാണ്. അതായത് മഹാലക്ഷ്മി ഇത്രയും കാലം ഒരുക്കിയതിനേക്കാൾ കിടിലൻ തന്നെ ആവണമെന്ന് കരുണയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു നല്ല പ്രതിമ, കൃഷ്ണന്റെ പ്രതിമ വാങ്ങാനായിട്ട് ഉണ്ണിയെ വിട്ടയക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അത് വാങ്ങാതെയാണ് തിരിച്ചെത്തുന്നത്. നിങ്ങളിതെന്താ, ഞാൻ പറഞ്ഞ കാര്യം വാങ്ങിയില്ലേ? ഓ, കാറിന്റെ ഡിക്കിയിൽ ഉണ്ടാകുമല്ലേ, ഞാൻ ചെന്ന് എടുക്കണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകാൻ നിൽക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അല്ലാതെ ഇനി പുതിയത് വാങ്ങാനൊന്നും നിൽക്കേണ്ട, ഈ വിഷു അത്ര നല്ലതൊന്നും ആയിരിക്കില്ല എന്ന്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ, അതെ, ഈ വിഷു കഴിയുന്നത് വരെ നമ്മുടെയൊക്കെ ഈ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, നിങ്ങളുടെയൊക്കെ. അതുകൊണ്ട് ഒരുപാട് മതിമറന്ന് ആഘോഷിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ അവിടേക്ക് കണ്ണൻ വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ നല്ലൊരു കൃഷ്ണന്റെ പ്രതിമ തന്നെ കൊണ്ടുവരുന്നു. ഇത് കാണുന്ന കരുണ പറയുന്നുണ്ട്, കണ്ടുപടിക്ക്, ഞാൻ പറയാതെയാണ് കണ്ണേട്ടൻ നല്ല അടിപൊളി പ്രതിമ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെ ഉണ്ണിക്ക് മുന്നിട്ട് പുകഴ്ത്തുകയാണ്. ഉണ്ണിയാണെങ്കിൽ അതൊക്കെ തന്നെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി മറ്റൊരു കാര്യം കൂടി തീരുമാനിക്കുകയാണ്, കണ്ണന്റെ ഫോണ് ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട്. കാരണം അഥവാ മഹാലക്ഷ്മിക്കും ഈ നെക്ലസും മറ്റും വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് ഫോട്ടോസ് അയക്കുമെന്ന് ഉണ്ണിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കണ്ണൻ ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവന്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഫോണിന്റെ ലോക്കൊക്കെ തുറന്ന് വാട്സപ്പ് നോക്കുകയാണ്. മഹേഷ് എന്നുള്ള ആ ഒരു കോണ്ടാക്റ്റിലേക്ക് ഒരുപാട് ഫോട്ടോസ് വന്ന് കിടക്കുന്നുണ്ട്. അതായത് കണ്ണൻ സമ്മാനിച്ച ആ നെക്ലസ് ഇട്ടുകൊണ്ട് മഹിയും ലേഖയും മാറി മാറി എടുത്ത ഫോട്ടോസ്. ഇയാളെ ശരിക്കും ഞങ്ങളെ ചതിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് ഉണ്ണി മനസ്സിലാക്കുന്നു. എന്നിട്ട് ഈ കളി അധികം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് വാമദേവനെയാണ് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. വിഷുക്കോടിയായിട്ട് ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നുവെന്നും പ്രതാപനും മുത്തശ്ശിക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നും മാത്രമല്ല ആഭരണങ്ങൾ കൊണ്ടുവന്ന് കരുണയെയും അമ്മയെയൊക്കെ തന്നെ അയാൾ സന്തോഷം കൊണ്ട് മൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, എന്തൊക്കെ ചെയ്താലും അവൻ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടും ചതിയാണ്. കണ്ണൻ ഒരുപക്ഷെ നടന്നു തുടങ്ങിയിട്ടുണ്ടാവോ, അവന്റെ കുഞ്ഞായിരിക്കുമോ മഹാലക്ഷ്മിയുടെ വയറ്റിൽ? മേഘനാഥൻ അന്ന് മൂന്നാറിൽ വെച്ച് കണ്ടത് സത്യമായിരിക്കുമോ എന്നൊക്കെ വാമദേവൻ ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അയാളുടെ അനുവാദത്തോടു കൂടിയിട്ടും അറിവോട് കൂടിയിട്ടും മാത്രമാണ് ആ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത്. ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉണ്ടല്ലോ, അതുപയോഗിച്ച് എങ്ങാനും പ്രഗ്നന്റ് ആയതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഇനി അവരുടെ ആ നാടകം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കരുത്. നമ്മളിനി മണ്ടന്മാരാവരുത്. അവരിനി നമ്മളെ മണ്ടന്മാരാക്കാനും ശ്രമിക്കരുത്. വിഷു കഴിഞ്ഞ ഉടനെ ഈ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ കൊടും ചതിയാണ്. അത് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരിക വേണം. അതുപോലെ തന്നെ അവരെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും അനുവദിക്കരുത്. ഇത് നമ്മൾ തീരുമാനിക്കും ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ. എന്റെ മോൻ മേഘനാഥന് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം. അതുകൊണ്ടായിരിക്കണം അവനിപ്പോ ഈ അവസ്ഥ വന്നിരിക്കുന്നത്. മാർക്കോ കണ്ണന്റെ അറിവോടുകൂടി തന്നെയാണ് കണ്ണനോടൊപ്പം അന്ന് പോയിട്ടുണ്ടാവുക. ഇത് കേട്ട് ഉണ്ണിയും പറയുന്നുണ്ട്, മേഘേട്ടൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ നമുക്ക് ഒരു സത്യങ്ങളും അറിയാനായിട്ട് സാധിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയ ഡൗട്ടുകൾ മാത്രമാണ്. ഇപ്പോ
ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വഴി തെളിച്ചിരിക്കുന്നത്. എന്നാലും അയാളുടെ അഭിനയം അത് പറയാതിരിക്കാൻ വയ്യ. അയാളും അവളും അഭിനയിച്ച് തകർക്കുകയാണെന്നൊക്കെ ഉണ്ണി പറയുന്നു. നീ പേടിക്കാതിരിക്കും മോനെ, എല്ലാം നമുക്ക് ശരിയാക്കാം. എന്റെ മോനെ ഇന്ന് ഇരുന്നിട്ടുള്ളൂ, അല്ലാതെ അമ്മാവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നൊക്കെ വാമദേവൻ ഉണ്ണിയെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ കണ്ണനാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് മഹി അയച്ച ഫോട്ടോസ് ഒക്കെ തന്നെ. അവനാണെങ്കിൽ അതൊക്കെ അണിഞ്ഞ് മഹിയെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷാവുകയാണ്. പിന്നീട് മഹി വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനെ വിളിച്ചറിയിക്കുന്നുണ്ട്. കരുണ വന്ന് അഹങ്കരിച്ചതും കണ്ണേട്ടൻ കൊടുത്ത നെക്ലസും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തായാലും ലേഖ പറഞ്ഞ കാര്യവും പറയണം. ഇതൊക്കെ നാടകമാണെന്ന് അറിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അവൾ ആ നെക്ലസ് ഊരി നമ്മുടെ മുഖത്തേക്ക് എറിയും. മാത്രമല്ല നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാനും അവൾ അനുവദിക്കില്ല. പിന്നീട് കണ്ണേട്ടനായിരിക്കും അവളുടെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ ഇങ്ങനെ മഹി ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും കണ്ണേട്ടനൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ വീണ്ടും വീണ്ടും മഹാലക്ഷ്മി ആണെങ്കിൽ ഓർമ്മപ്പെടുത്തണം. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.